സ്കൂളിൽ മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഞാനൊരു ബാഡ് ബോയ് ആണ്. ഡബിൾ മീനിങ് ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. എവർഗ്രീൻ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തതെന്ന് വെച്ചാല് നമ്മൾ എന്ത് കാണുമ്പോൾ റഹ്മാൻ സാർ ഒരേ ഇതാ. ഹലോ, സേഫ് കാർഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട വ്യക്തിയാണ് കേട്ടോ. മലയാളികൾക്കൊക്കെ പ്രിയപ്പെട്ട മലയാളത്തിലെ പ്രശസ്ത സിനിമാ സംവിധായകനായ ശ്രീ ഒമർ ലുല്ലു സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സാറിൻ്റെ ബാഡ് ബോയ് സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ കൂടെ സാറ് സംസാരിക്കുന്നത്. ബാഡ് ബോയ്സ് സിനിമയുടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. എങ്ങനെയുണ്ട് ബാഡ് ബോയ്സ് വിശേഷങ്ങളൊക്കെ? ശേഷം എന്താ വെച്ചാല് ഈ വരുന്ന 13-ാം തീയതി ഓണത്തിന് റിലീസിനുള്ള പരിപാടികളില് വർക്ക് ഇങ്ങനെ 24/7 പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തിരക്കിലാണ്. ഓക്കെ, ഒരു അടിപൊളി കോമഡി എന്റർടൈനർ വിത്ത് കുറച്ച് മാസം പരിപാടിയൊക്കെ ആയിട്ട് ഒരു ആക്ഷൻ കോമഡി പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് ഓഡിയൻസ് വേണം അത് കണ്ടിട്ട് നമ്മുടെ അടുത്ത് പറയാൻ. അതെ സാറ് എന്തായാലും ഞാൻ ഇതുവരെ ചെയ്ത പടങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ കാസ്റ്റിംഗിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര എന്റെ ഡിഫറൻസ് ആണ്. നമുക്ക് പഴയ നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ റഹ്മാൻ സാർ വരുന്നു. സൂപ്പർ സ്റ്റാർസ് അല്ല, അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റഹ്മാൻ സാർ, ബാബു ഉണ്ണിച്ചേട്ടൻ. അതെ ഞങ്ങൾ പിന്നെ എവർഗ്രീൻ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തതെന്ന് വെച്ചാല് നമ്മൾ എന്ത് കാണുമ്പോൾ റഹ്മാൻ സാർ ഒരേ ഇതാ. അതെ ലുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വക ഒരു ഇത് ആയിട്ടുള്ളതാണ് എവർഗ്രീൻ എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബാബു ആന്റണി സാറിന്റെ ഒക്കെ പഴയ റഹ്മാൻ സാറിനാണെങ്കിൽ ഇപ്പൊ ടീച്ചറിലും ഇതിലൊന്നും ഇത് വെക്കാനും ഇഷ്ടമുണ്ടായില്ല. അതായത് എന്റെ ഒരു സന്തോഷത്തിന് വെച്ചാണ്. ശരിക്കും സാറിന്റെ ബാക്കിയുള്ള സിനിമകളിലൊക്കെ നമുക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സിന് കുറച്ച് ലവ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരുന്നുണ്ട്. ഇതിലെങ്ങനെ ഫുൾ ഡബിൾ മീനിങ് ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. ഇതിൽ പക്ക, അതായത് ഞാൻ ഇതുവരെ ഒരു ഫാമിലിക്കും കൂടിയിട്ട്, അതായത് യൂത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പ്രാവശ്യം യൂത്ത് മാത്രമല്ല, ഫാമിലിനെയും കൂടിയിട്ട് തിയേറ്ററിൽ എത്തിക്കണം എന്നൊരു ഭയങ്കര വാശിയുണ്ട്. അത് കാരണം പക്ക ക്ലീൻ പടമാണ്. അതായത് ആക്ഷൻ ഉൾപ്പെടെ നമുക്ക് ഫാമിലിക്ക് വന്ന് ഓണം ഒരു കളർഫുൾ ആക്കാൻ നമുക്ക് പറ്റും. അതെ, അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ എങ്ങനെ സാർ ഈ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലേക്ക് വന്ന് എത്തിപ്പെട്ടത്? അതായത് ആ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് തന്നെയാണോ? സ്കൂളിൽ മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഞാനൊരു ബാഡ് ബോയ് ആണ്. ഞാനും. അപ്പൊ പിന്നെ അത് മാത്രല്ല, ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഉള്ള ഒരു ക്ലബ്ബാണ്. ഞങ്ങളുടെ അവിടുത്തെ ചേട്ടന്മാരുടെയൊക്കെ ഒരു ക്ലബ്ബ് എന്റെയൊക്കെ ചെറുപ്പത്തില്. അപ്പൊ അന്ന് മുതലുള്ള ഇതാണ്. അന്ന് കണ്ട ആ ഇൻസ്പിറേഷൻ ആണോ ചിലപ്പോ ഈ ബാഡ് ബോയ്സ്? അതെ, ഈ പടത്തിൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് അങ്ങനെ കിട്ടുന്നതാണ്. ഇതിനകത്ത് ഇപ്പൊ റഹ്മാൻ സാർ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ അതുപോലത്തെ ആരെങ്കിലൊക്കെ നേരിട്ട് ഒരു ഉണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഒക്കെ പോലത്തെ ക്യാരക്ടറാണ്. അതെ അല്ലെ. നമ്മുടെ ബാഡ് ബോയ്സ് സിനിമയുടെ ലൊക്കേഷൻ നടന്ന എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് സംസാരിക്കാൻ പറ്റും? പിന്നെ രസകരമായിട്ടല്ല, കാരണം രസകരമാണ്. ഫൈറ്റ് പരിപാടി ഇതൊക്കെ കാരണം നല്ല പണിയുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ കറക്റ്റ് അമ്പോസിൽ ഷൂട്ട് തീർക്കണായിരുന്നു. അപ്പൊ നല്ല അങ്ങനെ രസകരമായതല്ല, നല്ല ഇങ്ങനെ അടിച്ചു പോവാനൊന്നും പറയാൻ പറ്റില്ല. നല്ല പണി എടുത്തിട്ടുണ്ട് അത്യാവശ്യം. അതെ. ആക്ഷൻ ഈ അമ്പോസ് കൊണ്ട് ഇത് കംപ്ലീറ്റ് തീർക്കാൻ വേണം, ഷെഡ്യൂൾ ചെയ്ത പോലെ. ഇപ്പൊ ഇപ്പോഴെന്താണ് ശരിക്കും സാർ കാലിക്കറ്റാണ്, കുറച്ച് സമയത്തിനുള്ളിലാണ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. കാലിക്കറ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കാലിക്കറ്റ് ഇന്നലെ ഹൈലൈറ്റ് ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു. ഇന്ന് ഗുരുവായൂർ കോളേജിലും ഭാരത് കോളേജിലും ഒക്കെ നമ്മളൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഓക്കെ. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പക്ക ഒരു എന്റർടൈനർ ആയിട്ടാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വർക്ക്ഔട്ട് ആവുമെന്ന് വിശ്വസിക്കുന്നു. മൊത്തം ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്ത എല്ലായിടത്തും തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ, പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. ശരി, ഓക്കെ. അപ്പൊ സാർ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ, സാറിന്റെ എല്ലാ പടത്തിലും യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരാറുണ്ട്. ഈ പടത്തിലും യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇന്നലെ റിലീസായ പാട്ടില് പുതിയ 2-3 കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആളുകൾക്ക് ഈ പടത്തിൽ അവസരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സാർ വളരെ കുറച്ച് സമയമാണെങ്കിലും നമുക്ക് ഈ ഉള്ള സാഹചര്യത്തിൽ സാർ നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബാഡ് ബോയ്സ് നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരും ബാഡ് ബോയ്സ് കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.